നമ്മൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹോട്ടലിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ചിക്കൻ വറുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. പുറത്തുനിന്ന് വാങ്ങുന്ന പൊടി ഐറ്റങ്ങളോ ഒന്നും ചേർക്കേണ്ട. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച്, ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, എരിവില്ലാത്ത എണ്ണ ചേർത്ത് കൊടുത്തിരിക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പുനീരും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ നീര് ചേർക്കണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ വറുത്തെടുക്കാൻ എടുത്തിരിക്കുന്ന ചട്ടി നമ്മൾ മണ്ണിൻ്റെ പഴയ ചട്ടി തന്നെയാണ് കേട്ടോ. ഈ ഒരു ചട്ടി ഒത്തിരി പേര് കണ്ടിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിക്കൻ വറുത്തെടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തോലോട് കൂടി തന്നെ വേണം എടുക്കാനായിട്ടുള്ള. ചതച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിനകത്ത് നല്ലൊരു മണം കിട്ടും. വെളിച്ചെണ്ണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആക്കി കൊടുത്തിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. കരിഞ്ഞു പോവല് തീ കുറച്ച് വെച്ചിട്ട് വേണം കൂടെ നിന്ന് വേവിക്കാനായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടൊക്കെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കഴിക്കണമെങ്കിൽ ഒന്ന് വെച്ച് കഴിച്ച് നോക്കാം. അപ്പോഴിത് വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല, കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. കൂടുതലും ഒരുപാട് പേരും ചിക്കൻ ഫ്രൈ ഒക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. കുറച്ച് കറിവേപ്പിലയും തണ്ടുമൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൽമുളക് പൊടിച്ചിട്ട് അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ടുള്ള. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഉപകാരപ്പെടും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.